I am no longer covering my sin, I'm confessing my sin. That moment, the Lord God healed him, forgive him of the sin. So what happens is, if we have unforgiven or unconfessed sins, that becomes a barrier in having a clear conscience. Right? നമ്മുടെ ഇപ്പം ദൈവത്തോട് മാത്രമല്ല, നമ്മുടെ മാനുഷിക ബന്ധങ്ങളിലും അതൊരു ശരിയാണ്. കൊച്ചിലെ ഞാൻ ഒരു പ്രാവശ്യം പപ്പായും മമ്മി അറിയാതെ കളിക്കാൻ പോയി, ക്രിക്കറ്റ് കളിക്കാൻ പോയി. They had gone to house visit and so forth. ഈ പാസ്റ്റർമാരുടെ ജോലിയാണല്ലോ, വീടൊക്കെ വിസിറ്റ് ചെയ്ത് വന്നു. By the time they came back, it was really late. അന്നേരം വന്ന വഴിക്ക് ഞാൻ കളിച്ചുകൊണ്ടിരുന്ന കണ്ട ചർച്ചിലെ ഒരു മെമ്പർ, ആ വീട്ടിലാണ് പപ്പായും മമ്മി അവസാനം ചെല്ലുന്നത്. അന്നേരം അവരിങ്ങനെ സംസാരിച്ച് പറ്റി പറഞ്ഞു, പക്ഷേ മോനവിടെ കളിക്കുന്ന കണ്ടല്ലോ. അയാൾ 2 അനിയന്മാർ വീട്ടിലുണ്ട്, അവരെ കഥ പൂട്ടിട്ടിട്ട് ഞാൻ പോയി കളിക്കാൻ. By the time they came back, ഞാൻ കട്ടിലേക്ക് കയറി ഉറക്കം നടിച്ചു. അതിൻ്റെ കാരണം, ഉണർന്നിരിക്കുവാണെങ്കിൽ അടിയാ. ഈ അടി കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ കയറി അങ്ങ് ഉറങ്ങി. പിന്നെ പപ്പായും മമ്മിക്കും എന്നെക്കാളും ബുദ്ധിയുണ്ട്. അവർ വന്ന് തട്ടിട്ട് പറഞ്ഞു, മോനെ ഉറങ്ങിയോ? കിട്ടേണ്ടത് കിട്ടി കേട്ടോ. പറഞ്ഞു അത് ആ ഉറക്കം നടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നറിയാമോ? എനിക്കറിയാം എൻ്റെ കുറ്റബോധം. എന്നുള്ള മനസ്സാക്ഷിക്കൊരു മാറ്റം വന്നപ്പോൾ മനസ്സിലായി, ഇത് ഉണർന്നിരുന്നാൽ ഇത് ശരിയാകത്തില്ല. അങ്ങനെയാണോ നമ്മൾ പലപ്പോഴും ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയാതിരുന്നാൽ, അന്യോന്യം നമ്മുടെ കാര്യങ്ങളെ ഏറ്റു പറഞ്ഞൊരു ഒത്തുതീർപ്പില്ല എങ്കിൽ അവർക്കൊരു അകൽച്ച ഉണ്ടാകും. There becomes a distance between us and others if we have unconfessed sin. So the Bible is telling us you should have a clear conscience and love that comes from a clear conscience. And for that to happen, you must confess your sins. 2, we make legalistic standards that are not aligned with the Word of God. Scripturally, there are standards that we should follow, but sometimes we come up with other things that people are not used to, and that creates an issue with the conscience. Thirdly, a hardened heart. മൂന്നാമതായി, ഒരു കഠിനമായ ഹൃദയമുണ്ടെങ്കിൽ, 1 തിമോഥെയോസ് നിങ്ങൾ വായിക്കുന്നല്ലോ, അവർ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവരായി, അവർ പറയുന്നത് മാത്രം സത്യം, അവർ പറയുന്നത് മാത്രം ശരി. ആരെങ്കിലും ഒരു മറിച്ച് വേറൊരു അഭിപ്രായം പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ, അതിൻ്റെ സത്യാവസ്ഥ ചിന്തിക്കാനൊന്നും മനസ്സില്ലാതെ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവർ, people who are seared in their own conscience. So then the question is, how can we practice or how can we cultivate a clear conscience? നമുക്കൊരു ശുദ്ധ മനസ്സാക്ഷിയുടെ ഉടമയാകുവാൻ എങ്ങനെ സാധിക്കും? ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, we must study and apply the word of God. നമ്മൾ ദൈവവചനം പഠിക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിലാക്കണം. നമുക്ക് ദൈവവചനത്തിൻ്റെ കേൾവിയിലോ പ്രസംഗത്തിൻ്റെ കേൾവിയിലോ നമുക്കൊന്നും ഒരു നഷ്ടമില്ല. കേട്ട് ഒന്നെങ്കിൽ മടുത്തിരിക്കുക അല്ലാതെ പ്രസംഗങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. പക്ഷെ നമ്മൾ നോക്കേണ്ടത് കേട്ടത് മാത്രമല്ല, അതിൽ എത്രത്തോളം അനുസരണമുണ്ടെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. How often do we apply the word of God that we hear? How often do we obey the word of God that we read? If we have a discipline in which we can if you want to cultivate a clear conscience, the discipline of reading the word, studying the word, and applying the word must be true in our life. That's why in 2 Timothy chapter 3 verse 16, Paul tells Timothy, all scripture is God-breathed and it is profitable. എല്ലാ തിരുവെഴുത്തും ദൈവിക ശ്വാസമാകിയാൽ ദൈവത്തിന് മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവവചനം നമ്മൾ പ്രവൃത്തിയിലാക്കുമ്പോൾ അത് നമുക്ക് പ്രയോജനമായി മാറും. When the word of God that we hear and read is practiced, when the truth of that is allowed to take place in our heart, it's allowed to influence our minds, our thoughts, it becomes profitable to us. The scripture is the only book in the world that can convict an individual of their sin. ഈ ലോകത്തെ പുസ്തകങ്ങളെല്ലാം എടുത്തു വെച്ചാലും നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് കുറ്റബോധം തരുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം.
Scripture is the only book that gives us or that convicts us of our sins. And the Scripture reveals to us areas within our life that are with God's standards and that are not with God's standards. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ദൈവത്തിൻ്റെ നിലപാടോട് നമ്മൾ ഒത്തുചേർക്കുന്നു, അതിൽ നിന്ന് മാറി നിൽക്കുന്നു, അത് നമ്മളെ അറിയിക്കുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ, അതാണ് ദൈവത്തിൻ്റെ വചനം. So we must be very careful. Second, the Bible is the only one that just not correct, but it convicts, it guides, and it takes the believers back in the right path from which they have strayed. ബൈബിൾ നമ്മളെ വെറുതെ ബോധ്യപ്പെടുത്തുക മാത്രമല്ല, നമ്മളെ ശരിയായ വഴിയിൽ നടത്തുവാൻ, നമ്മൾ പാത വിട്ടു പോയെങ്കിൽ, ദൈവഹിതം മാറിപ്പോയെങ്കിൽ നമ്മളെ ശരിയായ പാതയിൽ നടത്തുവാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് ദൈവത്തിൻ്റെ വചനം. And this corrective nature of the Scripture is what helps us grow in our faith and conforms us closely to the disciplines and the image of Christ. ഈ ദൈവത്തിൻ്റെ വചനമാണ് ക്രിസ്തുവെന്ന ആ ദൈവത്തോട്, ക്രിസ്തുവെന്ന വ്യക്തിയോട് നമ്മുടെ കൂടുതൽ അടുപ്പിച്ച് നടത്തുന്നത്. ഈ വചനമില്ല എങ്കിൽ നടക്കത്തില്ല വിഷയം. നമ്മൾ എത്ര പ്രസംഗം കേട്ടാലും ദൈവത്തോട് അടുക്കത്തില്ല. പക്ഷെ നമ്മളൊന്ന് ബൈബിൾ ഒന്ന് വായിച്ചിട്ട് ദൈവമേ എന്നോട് ഇടപെടലെന്ന് പറഞ്ഞു നോക്കിയേ, അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. That can bring us closer. We have to have that personal relationship with the Word of God where the corrective nature of the Scripture helps us grow in our faith. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ശിക്ഷിക്കുന്നത് അറിയാമോ? Why is it that the Word of God not just encourages us, but it corrects us, it rebukes us, it straightens us, it puts us in the right path? Why does it do that? ഉറക്കെ പറഞ്ഞു. Because of love. ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. നമ്മളോട് വൈരാഗ്യമുണ്ടോ കർത്താവിന്? നമ്മോട് ദേഷ്യമുണ്ടോ കർത്താവിന്? ഇല്ല. മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കില്ല. അവൻ ശാസിക്കുമ്പോൾ മുഷിയെ മരുന്ന്. എന്തുകൊണ്ട്? കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ. ദൈവമക്കളെ, ദൈവവചന കേൾവിയോ ദൈവവചന വായനയോ ധ്യാനമോ നമ്മളെ തിരുത്തുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആ നിമിഷം നമ്മൾ കർത്താവിൻ്റെ സ്നേഹമാണ് അനുഭവിച്ചറിയുന്നത്. It is the love of God that demonstrates or gives us the disciplinary actions in the Scriptures. It is the love of God that prompts the Word of God to discipline us if we stray away from the different paths of God. So when we experience that discipline, it is important that we realize that that is the love of God being demonstrated in our life. ഒരു പഴയ നിയമ അനുഭവം ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് വരുത്താം. There's a person who reads or has the law, book of law, read to him. And the moment the priest reads the book of law, this person's immediate response was to get up from his seat and rip open, tear his clothes. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, രാജാവ് ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങളെ കേട്ടപ്പോൾ വസ്ത്രം കീറി. ആരാന്നറിയാമോ? King Josiah. Yes, King Josiah. You know what age he became a king? 8-ാമത്തെ വയസ്സിൽ ഒരു രാജാവായ ഒരു ചെറുപ്പക്കാരൻ 18 വർഷം രാജാവായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം കൊണ്ടുവന്ന് പുരോഹിതൻ വായിച്ചപ്പോൾ, എന്ന് വെച്ചാൽ 26-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ ആ രാജാവിന് സിംഹാസനത്തിൽ ഇറങ്ങി തന്നെത്താൻ താഴ്ത്തുവാൻ, പാപങ്ങളെ ഏറ്റുപറയുവാൻ, പാപങ്ങളുടെ കാഠിന്യം മനസ്സിലാക്കുവാൻ, ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതം വേണമെന്ന് ചിന്തിക്കുവാൻ ഒരു പക്വതയുള്ള ചെറുപ്പക്കാരനായിരുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം വായിച്ചപ്പോൾ വസ്ത്രം കീറുവാൻ ഒരു മനോഭാവം ഉണ്ടായത്. നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്ത്? When we read the Word of God, what is our approach
What is our reception to the word of God? King Josiah says, I just understood what was read. I understand the corruption that has taken place. I understand all the things that have been going wrong in the temple. I understand there's been idols there. വിഗ്രഹങ്ങളുണ്ട്, അഴിമതികളുണ്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ. അതെല്ലാം മാറ്റി വെടിപ്പാക്കിയിട്ട് ദൈവത്തിൻ്റെ വചനം വായിച്ച് കേട്ടപ്പോൾ, ദൈവമേ, ഞങ്ങൾ പാപികൾ, ഞങ്ങൾക്ക് അങ്ങയുടെ ഒരു കടാക്ഷം വേണമെന്ന് ചിന്തിക്കുവാൻ താല്പര്യമുണ്ടായ ആ ഒരു മനോഭാവമാണ് നമുക്കും ദൈവവചനം വായിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. That's the same approach that we should have when we read the word of God. That's why in that same chapter, or the 23rd chapter, the Bible says, never before has there been a king like Josiah, who turned to the Lord with all his heart, his soul, his strength, obeying all the laws of Moses, and there has never been a king like him. അവനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരമൊക്കെയും യഹോവയിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പുണ്ടായിട്ടുമില്ല, പിൻപ് ഒരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല. എപ്പോൾ സംഭവിച്ചു? എങ്ങനെ ആ സാക്ഷ്യത്തിന് ഒരു അനുഭവ വ്യക്തിയായെന്നറിയാമോ? ദൈവവചനത്തിന് മുൻപാകെ ഉണ്ടാകേണ്ട മനോഭാവം ഉണ്ടായപ്പോൾ കർത്താവ് പറയുന്നു, അവനെപ്പോലെ ഒരു രാജാവ് മുമ്പുമില്ലായിരുന്നു, അവന് ശേഷവുമില്ലായിരുന്നു. അവിടെയാണ് നമ്മുടെ അനുഗ്രഹം. ദൈവത്തിൽ നമുക്ക് അങ്ങനെ ഒരു സാക്ഷ്യം ലഭിക്കാൻ സാധിക്കുന്നെങ്കിൽ നിന്നെപ്പോലെ നമ്മളെപ്പോലെ ഒരു സാക്ഷ്യമുള്ള വ്യക്തി വേറെ നമുക്ക് മുൻപില്ലായിരുന്നു, നമുക്ക് ശേഷമില്ലായിരുന്നു. അത് ഒറ്റയെടുത്തേ സംഭവിക്കത്തുള്ളൂ. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ ഉള്ള നമ്മുടെ നിലപാട് എങ്ങനെയായിരിക്കും? So the first thing is to apply the word of God. The second thing is to confess and repent promptly. രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഒരു ശുദ്ധ മനസാക്ഷിക്ക് ഉടമയാകണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം, മാനസാന്തര അനുഭവത്തിലേക്ക് നമ്മളെ പോകണം. അത് നമുക്കൊരു ഉറപ്പുണ്ട് കേട്ടോ. ദൈവത്തിന് പറയാം, ഇങ്ങനെ പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. If we confess our sins, he is faithful and just to forgive us our sins and to cleanse us from all our righteousness. ചിന്തിച്ചു നോക്കിയാൽ, ഇന്ന് പകൽക്കാലം നമ്മൾ കട്ടിലേന്ന് എഴുന്നേൽപ്പോൾ മുട്ട വീണ്, കർത്താവേ, ഇന്നലെ എൻ്റെ വായിൽ നിന്ന് വാക്ക് ഇന്ന് പറഞ്ഞു പോയി, എൻ്റെ ചിന്തയിൽ ഇങ്ങനെ തെറ്റുപോയി, മുട്ടയിൽ നിന്ന് അങ്ങ് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ തന്നെ നമുക്ക് ക്ഷമ പ്രാപിച്ചില്ലയോ? The moment we confessed our sins, our God forgave us. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ശുദ്ധ മനസ്സാക്ഷി ഉടമയാകണമോ? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കണം. മൂന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, സീക്ക് റെക്കൺസിലിയേഷൻ. ഒരു ഒത്തുതീർപ്പ് നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ ഈ വാക്യം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചാണ് നിർത്തിയത്. മത്തായി സുവിശേഷം ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നീ തുറന്ന് ആരാധിക്കണം എന്നല്ല കർത്താവ് പറയുന്നത്. നിനക്കെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മുടെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് അത് ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ ആ വഴിപാട് അവിടെ വെക്ക്, സ്തോത്രം അവിടെ വെക്ക്, ദശാംശം അവിടെ വെക്ക്, കയ്യടി അവിടെ വെക്ക്, പാട്ടുപാടൽ അവിടെ വെക്ക്. അവിടെ വെച്ചിട്ട് ഒന്നാമത് ഫസ്റ്റ് തിങ് ദാറ്റ് വി ഷുഡ് ഡു, ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. The first thing that we should do is to go and reconcile with the brother. Then you come back. പിന്നെ കടന്നു വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. Go reconcile first, make peace, then you come back and then you offer your sacrifice. അതിൻ്റെ അർത്ഥം, reconciliation is more important than our routine. നമ്മുടെ പതിവിനെക്കാട്ടിലും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഒത്തുതീർപ്പ്. Okay, second, reconciliation is more important than service. നമ്മുടെ സേവനത്തെക്കാളും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഒത്തുതീർപ്പ്. The third thing, recognition is more important than talent. നമ്മുടെ കഴിവിനെക്കാട്ടിലും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ സമാധാനം. ആര് പറയുന്നു? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നു. He is the one who tells us that. യെശയ്യാ പ്രവചനത്തിൽ ഇസ്രായേൽ മക്കളെ കൊണ്ട് ദൈവം പറഞ്ഞു, നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു.
കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്കിഷ്ടമല്ല. 13-ാം വാക്യത്തിൽ, ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായോഗവും കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നമ്മുടെ ആരാധനയൊക്കെ കർത്താവ് ഒരിക്കലും എന്ന് പറയില്ല കേട്ടോ. സഭയുടെ അല്ല, വ്യക്തിപരമായ ആരാധനയിൽ നമ്മുടെ പ്രാർത്ഥനയെ നോക്കി നമ്മുടെ സ്തോത്രാഗത്തെ കേൾക്കുമ്പോൾ കർത്താവ് ഒരിക്കലും പറയില്ല എനിക്ക് മതി, എനിക്കിത് കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമ്മൾ ഒത്തുതീർപ്പ് നടത്തേണ്ടടുത്ത് ഒത്തുതീർപ്പ് നടന്നിട്ടില്ല, സമാധാനം വരേണ്ടടുത്ത് നമുക്ക് സമാധാനം വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എത്ര പാടിയാലും സ്തോത്രം ചെയ്താലും കർത്താവ് പറയുന്നു വേണ്ട. നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാൽ ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ദൈവം പറയുന്നു, വാഷ് യുവർ സെൽഫ്, make yourself clean, put away the evil you're doing before my eyes, cease to do evil, learn to do good, seek justice, rebuke the ruthless, defend the fatherless, plead for the rights of the widow. ചില നീതി പ്രവർത്തികൾ ഉള്ളപ്പോൾ നമ്മൾ ആരാധിച്ചാൽ ദൈവത്തിന് പ്രസാദമാണ്. പക്ഷെ നമ്മൾ പാപങ്ങളെ മറച്ചു വെച്ച് ഏറ്റു പറയാതെ മാനസാന്തരത്തിലേക്ക് വരാതെ നമ്മൾ എത്ര അന്യഭാഷ പറയാൻ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ കരങ്ങളും എൻ്റെ കാതുകളും അടഞ്ഞിരിക്കുന്നു, എനിക്കൊന്നും കേൾക്കണ്ട. ഒരു ശുദ്ധ മനസാക്ഷിക്ക് നമുക്ക് ഒരു ഉടമയാകണമെങ്കിൽ നമ്മൾ ഒത്തുതീർപ്പോ അല്ലെങ്കിൽ സമാധാനമോ നമ്മൾ പിന്തുടരണം. 4-മതായി, we must depend on the Holy Spirit. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ അതിൽ ആശ്രയിക്കണം. We must not minimize the role that the Holy Spirit has in our life. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ജീവിതത്തിലുള്ള ആ പങ്കുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണില്ല. അന്യഭാഷയ്ക്ക് മാത്രമല്ല, പ്രവചനത്തിന് മാത്രമല്ല, അല്ലെങ്കിൽ ചില കൃപാവരങ്ങൾക്ക് അതൊരു നടപ്പിലാക്കാൻ മാത്രമല്ല ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. The Bible clearly says when he comes, he would lead us in all truth. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. അതിനൊരു പ്രാധാന്യമുണ്ട്. കാരണം കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരാധിക്കുന്നുവെങ്കിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. If you want to worship me, you must worship me in truth and spirit. So before that, Jesus says, when the helper comes, when the comforter comes, he would lead you in all truth. സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തും നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ്. We must not forget that role. So there are times in which we have our own truth. There are times in which we fall away from all kinds of truth. But the Holy Spirit's role in us is to make sure that we are walking in the whole truth that the Lord God has given unto us. കോടതി ഭാഷയെ പറഞ്ഞാൽ, I will tell the whole truth and nothing but the truth. Right? അങ്ങനെയാണ് നമ്മൾ കോടതി ഭാഷ നമ്മൾ ഓർത്തെടുക്കാൻ പറയുന്നത് അല്ലേ? ഞാൻ സത്യം മാത്രമേ, സത്യം മുഴുവനും അത് മാത്രമേ പറയത്തുള്ളൂ. I will speak the truth, the whole truth and nothing but the truth. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ള പങ്ക് എന്താണെന്നറിയാമോ? നമ്മളെ സകല സത്യത്തിലും വഴി നടത്തണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ല ഒരു ശുദ്ധ ഹൃദയം, ഒരു ശുദ്ധ മനസാക്ഷിക്ക് ഉടമയാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ്. The Holy Spirit is the one who leads us in our life. When he leads us in all truth, he leads us to have a clear conscience. And the truth is referencing the spiritual insights, but the truth is also referencing discernment that we should have. ആത്മിക മർമ്മങ്ങൾ മാത്രമല്ല സത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, നമുക്കുള്ള വിവേചന ശക്തിയെ ഒന്ന് വികസിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു പങ്ക്. ഈ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയ കാണുന്ന പ്രസംഗങ്ങളും അല്ലെങ്കിൽ ആരാധനകളൊക്കെ ചിന്തിച്ചാൽ ആൾക്കാരൊക്കെ ഈ ന്യൂജൻ ചർച്ച് എന്ന് പറയുന്ന അവിടെയൊക്കെ പ്രസംഗം അല്ലെങ്കിൽ ഒരു പ്രവചനം കേട്ടിട്ട് അല്ലെങ്കിൽ ഒരു ചൂണ്ടിക്കാണൽ പറഞ്ഞിട്ട് പറയുമ്പോൾ അതിന് പുറകെ കൈ അടിക്കാനും ഹല്ലേലൂയ പറയാനൊക്കെ ആൾക്കാർ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എവിടുന്ന് സംഭവിച്ചു ഇങ്ങനെ ഒരു അധപതനം? എന്തു പറയാനും ഹല്ലേലൂയ പറയാൻ? അങ്ങനെയൊന്നും അല്ല. നമ്മൾ വിവേചിക്കണം. നമ്മൾ കേൾക്കുന്ന വചനം ദൈവവചന അടിസ്ഥാനമാണോ? ഒരു വ്യക്തി ചുമ്മാ ഒരു ബൈബിൾ തുറന്ന് വെച്ചുകൊണ്ട് എന്തെങ്കിലും സംസാരിച്ചാൽ അത് സത്യമാകണമെന്നില്ല.
It's not always true that every time somebody opens the Bible and says something that has to be the truth. We must discern. The Holy Spirit helps us to discern, is what I'm hearing truly the Word of God? Is what I'm hearing truly founded in the Gospels and the doctrines of what the Lord Jesus Christ taught? Is this what the apostles practiced? Is this what the early church talked about? Or does it change the doctrine of what the Holy Spirit taught us? The sadness is, if the Holy Spirit does not live within us, we believe blindly what everything and anybody says. It's up to us to make sure that we allow the Holy Spirit to lead us in truth and the whole truth that the Lord God wants us to learn. So we must not minimize that. The third thing that Paul talks about to Timothy is a pure heart, a good conscience, and the last thing, a sincere faith. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം. What is sincere faith? എന്താണ് നിർവ്യാജ വിശ്വാസം? എന്താ മാമേ? ഉറക്കെ പറഞ്ഞു. വ്യാജമില്ലാത്ത വിശ്വാസം. അതെ, അതാണ് നിർവ്യാജ വിശ്വാസം. What is sincere faith? കപടമില്ലാത്ത വിശ്വാസം. A faith without hypocrisy. A sincere faith is that I trust in God and His promises, no matter what my circumstances are. എൻ്റെ അവസ്ഥ എന്തുമായിരിക്കട്ടെ, എനിക്ക് ദൈവത്തിലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലും എനിക്ക് വിശ്വാസമുണ്ട്. അതിനൊരു മാറ്റമില്ല എന്നുള്ളൊരു വിശ്വാസമാണ് യഥാർത്ഥ നിർവ്യാജ വിശ്വാസം. കാപട്യമില്ല, വ്യാജമില്ല, അല്ലെങ്കിൽ അവസരമനുസരിച്ച് മാറുന്ന വിശ്വാസമല്ല നിർവ്യാജ വിശ്വാസം. So we must ask ourselves, how sincere is our faith? നമ്മുടെ വിശ്വാസം വ്യാജം കലർന്നതോ അതോ നിർവ്യാജ വിശ്വാസമാണോ? കൊരിന്ത്യർ സഭയുടെ പൗലോസ് ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. So Paul is asking the Corinthian church, examine yourself to see that your faith is genuine. പൗലോസിന്റെ ചോദ്യം, നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുവാണോ അതോ നിങ്ങളുടെ വിശ്വാസം യഥാർത്ഥമായ വിശ്വാസമാണോ? നിങ്ങളെ തന്നെ കബളിപ്പിക്കുവാണോ അതോ നിങ്ങൾക്കുള്ള വിശ്വാസം വ്യാജമില്ലാത്ത കപടമില്ലാത്ത വിശ്വാസമാണോ? So that's something that we should practice also. നമ്മൾ നോക്കണം കേട്ടോ. നമ്മൾ എക്സാമിന് ഉപയോഗിക്കുന്ന വാക്ക് ഒരൊറ്റ പ്രാവശ്യമേ ഉപയോഗിക്കത്തുള്ളൂ, തിരുവത്താഴത്തിന് മുമ്പ്. അത് നല്ലത്, നമ്മൾ ഒരിക്കലും വിട്ട് കളയില്ല. But the scripture tells us, examine yourself before you participate in the Lord's table. പക്ഷെ അവിടെ മാത്രമല്ല, ദിനംപ്രതി നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുന്നുവോ, നമ്മുടെ വിശ്വാസം കാപട്യം നിറഞ്ഞതാണോ അല്ലയോ എന്ന് ചോദിക്കേണ്ടതും അന്വേഷിച്ചറിയേണ്ടതും നമ്മുടെയാണ്. എനിക്ക് മറ്റുള്ളവരുടെ വിശ്വാസമല്ല നോക്കേണ്ടത്, ഞാൻ എന്നെ തന്നെ നോക്കണം. I'm not examining somebody else's faith, I'm examining my own faith. Is my faith genuine? Is my faith sincere? Is my faith without hypocrisy? ഒരു കലർപ്പമില്ലാത്ത കളങ്കമറ്റ വിശ്വാസത്തിൻ്റെ ഉടമയാണോ നമ്മളെന്ന് നമ്മളെ തന്നെ ചോദിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഒരു സഭയോടാണ് പൗലോസ് ഇത് ചോദിക്കുന്നത്. നിങ്ങൾ ആരാധനയിൽ വരുന്നുണ്ടോ എന്നല്ല ചോദിച്ചത്. നിങ്ങൾ പാട്ട് പാടുന്നുണ്ടോ, നിങ്ങളുടെ കഴിവുകളെ ഉപയോഗിക്കുന്നുണ്ടോ, നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടോ, അന്യഭാഷ പറയുന്നുണ്ടോ, ഇതൊന്നുമല്ല പൗലോസ്. നിങ്ങളെ തന്നെ പരിശോധിക്കണം. ഒരൊറ്റ വിഷയത്തിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ നിലനിർത്തുന്നുണ്ടോ? Are you standing firm in the faith, in the gospel that has been given to us? The standard of the gospel, is that true in our life? And Paul is telling the church in Corinth, reflect upon your life on a day-to-day basis and ask yourself the question, how sincere your faith is. നമ്മളെല്ലാം ജോലി ചെയ്തവരാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ മിനിമം 2 റിവ്യൂസ് ഉണ്ട്. ഒരു മിഡ് ഇയർ റിവ്യൂ ഉണ്ട്, ഒരു ഇയർ എൻഡ് റിവ്യൂ ഉണ്ട്, അല്ലേ? നമ്മൾ പഠിച്ച സമയങ്ങൾ, സ്കൂളിൽ പഠിച്ച സമയത്ത് ഓണപരീക്ഷയുണ്ട്, ക്രിസ്മസ് പരീക്ഷയുണ്ട്, ആനുവലും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഒരൊറ്റ പരീക്ഷ കൊണ്ട് നിർത്തുന്നില്ല അവർ? ഓണപരീക്ഷ വേണ്ട, ക്രിസ്മസ് പരീക്ഷ വേണ്ട, എല്ലാ അവസാനങ്ങൾ തന്നേക്കാം. നമുക്ക് എത്ര പേർക്ക് അത് ഇഷ്ടമായിരിക്കാം?
What's the benefit of having an exam during a semester break or a midterm and before the year end? What's the benefit of having such exams? Exactly. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് അറിയണമെങ്കിൽ പഠിച്ചതൊക്കെ എത്രത്തോളം മനസ്സിലായോ, അതൊരു പ്രവൃത്തിയിലാക്കാൻ സാധിക്കുന്നുണ്ടോ? 1+1 പഠിച്ചിട്ട് അവസാനം ഒരു വേർഡ് പ്രോബ്ലം വന്നിട്ട് നമ്മൾ പരീക്ഷ എഴുതാൻ പറഞ്ഞാൽ നമ്മളെല്ലാം സ്ട്രഗിൾ ആകും. പക്ഷേ ഒരു 3 പരീക്ഷ എഴുതി വരുമ്പോഴത്തേക്ക് അറിയാം ഞാൻ അവിടെ വരുമ്പോൾ എനിക്ക് ഓക്കെ ആകും. മിനിമം 35 കിട്ടും അല്ലേ, 36 കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കാൻ ഒരു ഉറപ്പ് വരണമെങ്കിൽ, to have some confidence that we would be able to pass that exam at the end, which is the most important exam. There's regular examinations that we go through. It happens in our workplace, it happens in our schools, it happens in different parts of our life. And if that's important for us to realize or to measure our growth and our progress, imagine how much more it is important for us to examine our faith on a regular basis and ask ourselves the question, am I standing, am I living in sincere faith? ഒരു പഠന വിഷയത്തിൽ ഒരു ജോലി സ്ഥാപനത്ത് നമ്മുടെ റിവ്യൂസ് നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പ്രാധാന്യം നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ, ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന നമ്മളത് ചെയ്തില്ല എങ്കിൽ അതിലുണ്ടാകുന്ന ആപത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ? If we don't examine the faith that we stand in to see how sincere it is, do we realize the danger that we put ourselves in? And when the trumpet sounds, when the final test happens, if you haven't identified the faith that you have, you will fail in the final exam. And that's not something that we should do. So Paul is telling the Corinthians, take a moment to reflect. Take a moment to examine yourself and ask the question, are you standing? How is your standing in your faith? Is your faith sincere? Is your faith genuine? How closely aligned am I to the words that the Lord Jesus Christ said? ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ഉപദേശങ്ങൾക്കൊത്ത് ഞാൻ എത്രത്തോളം ഒത്തു നിൽക്കുന്നു എന്ന് ചിന്തിക്കുവാൻ നമുക്കൊരു സമയമെടുക്കേണ്ട ആവശ്യമുണ്ട്. Am I rooted in Christ? ഞാൻ ക്രിസ്തുവിൽ വേരൂന്നിരിക്കുന്ന വ്യക്തിയാണോ? Am I rooted in the word of Christ? Those are things that you can ask yourself to see how sincere your faith is. One other way to ask you if your faith is sincere is to say, what is your motivation for doing things? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ പ്രേരണ എന്താണ്? അതിൻ്റെ മറുപടി നമ്മളെ അറിയിക്കും നമ്മുടെ വിശ്വാസം നിർവ്യാജമാണോ വ്യാജം കലർന്നാണോ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. കണ്ടിട്ടില്ലേ സോഷ്യൽ മീഡിയയിൽ ഒരു പ്ലാസ്റ്റിക് ബാഗ് കൊണ്ട് ഒരു ഹോംലെസ്സിൻ്റെ അടുത്ത് പോയി ഒരു ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തിട്ട് ബാഗ് തിരിച്ച് മേടിച്ച് അടുത്ത ആളുടെ അടുത്ത് പോകും, അവിടെയും പോയി ഫോട്ടോ എടുക്കും. ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പോൾ. അതെന്തിനാ ചെയ്യുന്നറിയാമോ? മറ്റുള്ളവരെ സഹായിക്കാനല്ല, സ്വന്തം പേരിന് വേണ്ടി. ദൈവമക്കളെ, ദൈവസഭയിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ആത്മീയ കോളത്തുമുണ്ട് ഇങ്ങനെ ആൾക്കാർ സഭയിൽ സെർവ് ചെയ്യുന്നതോ ശുശ്രൂഷയിൽ സെർവ് ചെയ്യുന്നതോ ദൈവത്തിൻ്റെ ഹിതപ്രകാരമോ ദൈവത്തിന് വേണ്ടി സ്നേഹം കാണിക്കാനൊന്നും അല്ല. അവർക്ക് കുറച്ച് പേര് കിട്ടണം, ഒരു പ്രാധാന്യം അർഹിക്കണം, രണ്ടുപേരും ഒന്ന് പറയണം, ആ സഹോദര അല്ലെങ്കിൽ സഹോദരി ഇന്നത്തെ ശുശ്രൂഷ നല്ലതായിരുന്നു, അത് കേൾക്കാൻ വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. But if you're standing in sincere faith, or if your faith is sincere without hypocrisy, you don't care about that. Your motivation is to serve God, and so that you can hear at the end, well done, good and faithful servant. ഏറ്റവും അവസാനത്തിൽ നല്ലവനും വിശ്വസ്തമായ ദാസൻ എന്ന് പേര് വിളിക്കുവാൻ നമ്മൾ ആ ഒരു ഗോൾ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ സേവിക്കുന്നെങ്കിൽ ശുശ്രൂഷിക്കുന്നതിൻ്റെ അർത്ഥം നമ്മുടെ വിശ്വാസം നിർവ്യാജ വിശ്വാസം. Self-examination guards against complacency. സ്വയം ശോധന അലസതയ്ക്കെതിരെ കാവൽ നിൽക്കുന്നു. നമ്മളെ തന്നെ നമ്മൾ സ്വയം ശോധനയ്ക്ക് വേണ്ടി സമയം എടുക്കുന്നെങ്കിൽ that complacency will disappear from our life. Second, self-examination helps us remain vigilant and active in our faith. സ്വയം പരിശോധന നമ്മളെ ജാഗ്രതയോടും വിശ്വാസത്തിൽ സജീവമായി നിലനിർത്താൻ നമ്മളെ സഹായിക്കും. It helps us to stay vigilant in our faith. ഈ 3 കൂട്ടങ്ങൾ, the 3 ingredients that we talked about in this love, അതുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ജീവിതം സന്തോഷമാകും, തൃപ്തിയാകും. നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ, തികഞ്ഞ സ്നേഹം
ഭയത്തെ പുറത്താക്കുന്നു. എന്താണ് തികഞ്ഞ സ്നേഹം? ഇപ്പം വാക്യത്തിൽ നമുക്ക് മനസ്സിലായല്ലോ എന്താണ് തികഞ്ഞ സ്നേഹം എന്ന്. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയിൽ നിന്ന് ഉളവാകുന്ന സ്നേഹമാണ് തികഞ്ഞ സ്നേഹം. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ. ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം ഇന്ന് പകൽക്കാലം. എപ്പോഴാണ് നമ്മൾ ഭയം എന്ന് ആദ്യം ബൈബിളിൽ കാണുന്നറിയാമോ? When do we see the concept of fear first showing up in scriptures? Genesis chapter 3. അവിടെയാണ് ഭയം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. എപ്പോഴാണ് സംഭവിച്ചത് അറിയാമോ? ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം മാറിപ്പോയി, ദൈവത്തോട് പാപം ചെയ്തപ്പോൾ, മനസാക്ഷി നഷ്ടപ്പെട്ടപ്പോൾ, അവിടെ കർത്താവ് പതിവ് പോലെ വന്നപ്പോൾ, ദൈവം പതിവ് പോലെ വന്നപ്പോൾ ആദാം വിളിച്ചു പറയുന്നു, കർത്താവേ, ഞാൻ അങ്ങയുടെ കാലൊച്ച കേട്ടപ്പോൾ, ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി, ഞാൻ ഭയപ്പെട്ടു പോയി. ഇതുവരെ അവർ തമ്മിൽ, അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിൽ അനുഭവിക്കാത്ത ഒരു ഭയം, ഒരു അനുഭവം ആദ്യമായിട്ട് കടന്നു വന്നത് സ്നേഹത്തിന് വ്യാജം വന്നപ്പോൾ. തികഞ്ഞ സ്നേഹം മാറി ഒരു വ്യാജ സ്നേഹം ആയപ്പോൾ എന്ത് പറ്റി? ഭയമുണ്ടായി. When the perfect love was kicked out of the Garden of Eden and they experienced the hypocritical love, and they experienced the disobedient love, and they experienced a friction in the relationship. In that moment, Adam says, I was afraid when I heard your footsteps, just like I hear it every single time. People of God, in every relationship, when love has become hypocritical, when love has become superficial, fear automatically comes. When love is lost, we tend to trust people less. തികഞ്ഞ സ്നേഹം ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ മാനുഷ്യ ബന്ധങ്ങളിലും ഭയമുണ്ടാകും. ആ സമയത്ത് നമ്മളെ അതുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തി എന്തു പറഞ്ഞാലും ആ വ്യക്തിയുടെ വാക്കുകൾ കേൾക്കാൻ നമുക്കൊരു മനസ്സുണ്ടാകും. പക്ഷെ നമ്മളിൽ നിന്ന് സ്നേഹം അകന്നുപോയി, അല്ലെങ്കിൽ സ്നേഹം കുറഞ്ഞു പോയൊരു വ്യക്തി നമ്മുടെ എത്ര സത്യാവസ്ഥ പറഞ്ഞാലും ആ വാക്കുകളെ വിശ്വസിക്കാൻ നമുക്കൊരു മടിയുണ്ടാകും, ഒരു ഭയമുണ്ടാകും. എന്തുകൊണ്ടെന്നറിയാമോ? തികഞ്ഞ സ്നേഹമില്ലാത്തത് കൊണ്ട്, ശുദ്ധ മനസാക്ഷി ഇല്ലാത്തത് കൊണ്ട്. So we must ask the question, is my fear based on the fact that the perfect love of God and for others is missing in our life? യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ, ഒരു നിർവ്യാജ സ്നേഹമുണ്ടെങ്കിൽ, it's always an attraction. If somebody loves you genuinely, it's always an attraction. But if there's some sort of fear, it always becomes repulsive. ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മളെ ആകർഷിക്കും. നമുക്കൊരു വ്യക്തി ശരിക്കും അറിയത്തില്ലെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് ഒരാൾ പറയും, ആ വ്യക്തിയെ പോലെ സ്നേഹിക്കുന്ന ഒരാളില്ല. നമുക്ക് ഉടനെ മനസ്സിൽ തോന്നിക്കും, ആ വ്യക്തി ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാം. ഒരു ആകർഷണമുണ്ട്, ഒരു തികഞ്ഞ സ്നേഹം, ഒരു ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ. പക്ഷേ മറ്റൊരു വ്യക്തി നോക്കിയിട്ട് ഒരാൾ പറയുക, ആ വ്യക്തിയെ സൂക്ഷിക്കണം, ഒന്നും പറയല്ലേ വ്യക്തിയോട്, പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയും. അങ്ങനെയൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് എത്ര പരിചയമുണ്ടെങ്കിലും ആ വ്യക്തിയോട് നമ്മളൊരു അകൽച്ച പാലിക്കും. Genuine love is what brings us closer. Genuine love is what attracts one to each other. But fear is what always creates that friction. So when there's love from a pure heart, when there's love from a clear conscience, when there's love from sincere faith, it will help remove all fear in our relationships. ഒരുവൻ ക്രിസ്തുവിലായാൽ ആ സ്നേഹം ഉണ്ടാകും. If someone is in Christ, the verse that we read said, all old things have passed away and all things have become new. പഴയതെല്ലാം മാഞ്ഞു പോകും. പഴയത് എന്താ അറിയാമോ? സ്വാർത്ഥത സ്നേഹം. പഴയത് എന്തുവായിരുന്നു? വ്യാജ സ്നേഹം, കാപട്യം, അതെല്ലാം മാറിപ്പോയി. ഇപ്പോൾ ഇതാ ഒരു പുതിയ സ്നേഹത്തിന് ഉടമയാകുവാൻ ദൈവം നമ്മളെ മാറ്റിയിരിക്കുകയാണ്. The love of God, if we become a new creation in Christ, the love of God is what's transferred to us, and we become owners of people who have perfect love in our life. And that's why we've been studying this passage for the last several weeks. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. Therefore, if anyone is in Christ, he is a new creation. Old things have passed away
And behold, all things have become new. പഴയത് കഴിഞ്ഞു പോയി, ഇതാ അവൻ പുതുതായി തീർന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ആരാധനയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഹല്ലേലൂയ. Praise be unto God. Thank you, Jesus. Hallelujah. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയിൽ ഉളവാകുന്ന സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ഉടമകളാകുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആജ്ഞയുടെ ഉദ്ദേശമോ അത് മാത്രമാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ആരാധനയ്ക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഈ പകൽക്കാലം ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ വായിച്ചതുപോലെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. Father, we praise you and we thank you, Lord Jesus. Our Heavenly Father, we bless your holy name. We thank you, Lord, that you gave us the opportunity to come into your presence this morning. Father, we honor you, we bless you, we glorify you. May all that happens here this morning, O Lord, the songs that we